ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനായക പ്രൊഡക്ഷൻസിൻ്റെ മണലിൽ വിനായക അജിത്ത് നിർമ്മിച്ച് നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഇന്ന് തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് മധുവിധു. ബിപിൻ മോഹൻ, ജയ് വിഷ്ണു എന്നിങ്ങനെ 2 പേരാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ ഷറഫുദ്ദീൻ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായി കുമാർ, കല്യാണി പണിക്കർ, ശ്രീജ നായർ, സഞ്ജു മധു എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഹിഷാം അബ്ദുൽ വഹാബാണ്. വിശ്വജിത്ത് ഛായാഗ്രഹണവും ക്രിസ്റ്റി സെബാസ്റ്റ്യൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. 2 മണിക്കൂർ 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ രാവിലെ 10 മണിക്കാണ് കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒരുപോലെ തന്നെ, ചുരുക്കി പറഞ്ഞാൽ ആദ്യവസാനം ഒരു അലോസരവും തോന്നാതെ എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ടിരിക്കാവുന്ന ഒരു കോമഡി, ഫാമിലി, റൊമാൻറ്റിക് എന്റർടൈനർ സിനിമ എന്ന് തന്നെയാണ് ഇന്ന് തിയേറ്ററിലെത്തിയ മധുവിധു എന്ന സിനിമയെക്കുറിച്ച് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത്. ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വാഴ 2 തിയേറ്ററിലെത്തിയിട്ട് 4ാമത്തെ വ്യാഴാഴ്ച കൂടിയായി 22ാം ദിവസം, അതായത് 4ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രം 21ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 1,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 21 ദിവസം കൊണ്ട് 117,10,00,000 രൂപയാണ് കേരള കളക്ഷൻ. നിലവിൽ കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുക്കും എന്നുറപ്പുള്ള ഈ സിനിമയുടെ തെലുങ്ക് ഡബ്ബിംഗ് പതിപ്പ് നാളെ ഏപ്രിൽ 24 വെള്ളിയാഴ്ച റിലീസ് ചെയ്യപ്പെടുകയാണ്. തെലുങ്ക്, തമിഴ് പതിപ്പുകൾ കൂടി തിയേറ്ററിലെത്തുന്നതോടെ വേൾഡ് ബോക്സ് ഓഫീസിൽ കൂടുതൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 21 ദിവസം കൊണ്ട് വേൾഡ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 216 കോടി റേഞ്ചിലാണ്. സൈജു ഗ്രൂപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം 13ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 1,14,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 15,98,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. 6 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് കേരള ഷെയറായി മാത്രം കിട്ടിയിരിക്കുന്നത് 7 കോടി റേഞ്ചിലാണ്. വേൾഡ് ബോക്സ് ഓഫീസിൽ 26 കോടിക്ക് മുകളിൽ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ആട് 3. സിനിമ 35ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 85,000 രൂപയാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ ഈ സിനിമ 53,08,00,000 രൂപയാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അപ്ഡേറ്റ് അടുത്ത സമയത്ത് വന്നിട്ടില്ല. എങ്കിലും 122,70,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആട് 3യുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മെയ് 1 C5 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മാർച്ച് 19 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. രൺവീർ സിംഗ് നായകനായി ആദിത്യ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ വേൾഡ് ബോക്സ് ഓഫീസിൽ 2,000 കോടിയിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിലവിലെ ട്രെൻഡിംഗ് രീതി സൂചിപ്പിക്കുന്നത് എത്തില്ല എന്ന് തന്നെയാണ്. കേരളത്തിൽ ഇന്നലെ വരെയുള്ള 35 ദിവസം കൊണ്ട് 19,20,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. പ്രമുഖ ട്രാക്കറായ സാക്കിനിക്കിന്റെ കണക്ക് പ്രകാരം ഈ സിനിമ 1,341,90,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 422,25,00,000 ഉൾപ്പെടെ ഇന്നലെ വരെയുള്ള 35 ദിവസം കൊണ്ട് 1,764,15,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വിഘ്നേഷ് ശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമ ലവ് ഇൻഷുറൻസ് കമ്പനി അഥവാ LIK. പ്രദീപ് രംഗനാഥൻ, SJ സൂര്യ, കൃതി ഷെട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 70,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി 34 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് കളക്ഷനായി 58,50,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് തിയേറ്ററിലെ മധുവിധു എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.